ഇനി നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഇമ്പാക്റ്റ് നോക്കൂ. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ പ്രചാരണം തുടങ്ങുന്ന ഏക നേതാവ് നരേന്ദ്രമോദിയാണ് അല്ലേ? അദ്ദേഹം എവിടെ പോയാലും ആദ്യം തന്നെ എല്ലാവരെയും കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിക്കും. ഇടയ്ക്കൊക്കെ ചില പ്രചാരണ യോഗങ്ങളിൽ അമിത്ഷായും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ മോഡിയാണ് അതിൻ്റെ ഒരാൾ. ഇവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ഭാരത് മാതാ കി ജയ് എന്ന് ആദ്യം പറയും. എല്ലാവരെയും കൊണ്ടും അത് ഏറ്റുവിളിപ്പിക്കും. എന്നിട്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ചന്ദനക്കുറിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ. പിന്നെ അദ്ദേഹം ഇന്ന് ആദ്യം പോയത് ഹനുമൻ ക്ഷേത്രത്തിലാണ്, രണ്ടാമത് പോയത് ശിവക്ഷേത്രത്തിലാണ്, മൂന്നാമത് പോയത് ശനി പിന്നെ ഭഗവാന്റെ ക്ഷേത്രത്തിലാണ്. അങ്ങനെ ക്ഷേത്രങ്ങളിലെല്ലാം പോയതിനു ശേഷമാണ് വന്നിരിക്കുന്നത്. ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിനെ അനുകൂലിക്കുന്ന ആളേ അല്ല. ഭാരത് മാതാ കി ജയ് പറയുന്നതോടൊപ്പം തന്നെ ഇൻക്ലാബ് സിന്ദാബാദും പറയും. അത് പറയും. പക്ഷേ ഈ പറയുന്ന ഒരർത്ഥത്തിൽ നോക്കൂ, നമ്മൾ എതിർക്കുന്ന ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങളെ ഉപയോഗിച്ച്, ദൈവങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന പ്രചാരണത്തിനെ എതിർക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ചില കാലഘട്ടങ്ങളിൽ ചില പിന്തിരിപ്പൻ ആശയങ്ങൾ പോലും ചില പുരോഗമനപരമായിട്ടുള്ള ഒരു വഴി തുറക്കാൻ സഹായിക്കുമെന്ന് പറയും. ഇപ്പോൾ നമ്മൾ 1975 അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. ആ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് തോളോട് തോൾ ചേർന്ന് നിന്ന് സമരം ചെയ്തവരാണല്ലോ കേരളത്തിലെ സോഷ്യലിസ്റ്റുകളും RSSകാരും. അങ്ങനെ ചരിത്രമില്ലേ? കാരണം വെച്ചാൽ ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയും മൊറാർജി ഈ ബാബു ജഗജീവൻ റാമും ജയപ്രകാശ് നാരായണനും LK അദ്വാനിയൊക്കെ ഒറ്റ സെല്ലിലാണ് കിടന്നിരുന്നത്. അന്ന് ആ പോരാട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി പ്രവർത്തിക്കുകയും രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരായിട്ട് യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായും യോജിച്ച് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടൊരു പോരാട്ടം നടത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ ജനസംഘവുമായി ഒത്തുചേർന്നിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളും ഐക്യപ്പെട്ടിട്ടുണ്ട്. അതൊരു യോജിച്ച സമരമായിരുന്നു, അത് ഏകാധിപത്യത്തിനെതിരായിട്ട് സമരമായിരുന്നു. അതുകൊണ്ട് ചില കാലഘട്ടങ്ങളിൽ ഈ പിന്തിരിപ്പനായ ആശയങ്ങൾക്ക് ചില പുരോഗമനപരമായ പങ്കുവഹിക്കാൻ ഉണ്ടാകും. ഞാൻ ഒരു പിന്തിരിപ്പൻ പാർട്ടിയാണ് പിന്നെ ആം ആദ്മി പാർട്ടി എന്നല്ല പറഞ്ഞു വരുന്നത്. മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ രീതികൾ എന്ന് പറയുന്നത് അവർ നിശ്ചയമായും ഈ പറയുന്ന ഹൈന്ദവ പിന്നെ ബിംബങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഹൈന്ദവ ദേവതകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഒക്കെയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് BJPയിൽ നിന്നൊരു വലിയ വ്യത്യാസം ആം ആദ്മി പാർട്ടിക്കുണ്ട്. അവർ വർഗീയ കലാപം ഉണ്ടാക്കില്ല, മതത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലില്ല, ഡിവിസീവായ പൊളിറ്റിക്സ് അവരുടെ ആശയമേ അല്ല. രാജ്യത്ത് ഈ പറയുന്ന മതേതരത്വം നിലനിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള അത് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയ്ക്ക് അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സംശയം വേണ്ട, ഇനി നടക്കാനിരിക്കുന്ന ഈ പറയുന്ന മെയ് 25-ാം തീയതി നടക്കാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിന് ഇനി BJPക്ക് ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. ഇന്നത്തെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പെർഫോമൻസിൽ നിന്ന് അത് മനസ്സിലാക്കിക്കോളൂ. 7 സീറ്റും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കൈയടക്കിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പഞ്ചാബിൽ 13 സീറ്റിൽ 13 സീറ്റും പിന്നെ ആം ആദ്മി പാർട്ടി കൈയടക്കിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പകരം ഹരിയാനയിൽ 10 സീറ്റിൽ 7-8 സീറ്റ് കോൺഗ്രസിന് ആം ആദ്മി പാർട്ടി സംഭാവന ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമില്ല. 30 സീറ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 25 സീറ്റുകൾ വരെ ഇപ്രാവശ്യം ഈ 30 സീറ്റുകളിൽ, അതായത് ഹരിയാന, പഞ്ചാബ്, ഡൽഹി, ഞാനൊരു പ്രവചനം നിർവഹിക്കാൻ പറയുകയാണ്. ഹരിയാന, പഞ്ചാബ്, ഡൽഹിയിലെ 30 സീറ്റുകളിൽ 25 സീറ്റുകൾ വരെ ഈ പറയുന്ന കോൺഗ്രസ് ആം ആദ്മി സഖ്യം നേടിയെടുത്താൽ അത്ഭുതപ്പെടാനില്ല. അവിടെ അത് അവസാനിക്കത്തില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകും, അത് ഉത്തർപ്രദേശിലേക്ക് പോകും, മഹാരാഷ്ട്രയിലേക്ക് പോകും, ബീഹാറിലേക്ക് പോകും. ഇനിയൊരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് അരവിന്ദ് കെജ്രിവാൾ വരും. പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ നന്നായി രാഷ്ട്രീയം സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ രാഷ്ട്രീയം പറയുന്നതിലൊട്ടും പിന്നിലല്ല. പക്ഷേ അവർ പറയുന്നത് ഈ പറയുന്ന വലിയ റിയാലിറ്റിയൊക്കെയാണ്. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്തിൻ്റെ മതേതരത്വ അപകടത്തിലായിരിക്കുന്നു, CAA കൊണ്ടുവരുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണ്, രാമജന്മഭൂമിയുടെ വിഷയം പറയുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന സാധാരണക്കാരന്റെ ഭാഷയാണ് മേരിക്കോ എന്നൊക്കെ പറയുന്നത്. അതാണ്